ഹലോ അനിമേ ലവേഴ്സ്. എയ്ച്ചിറോ ഓഡ എന്ന മാങ്ക ആർട്ടിസ്റ്റിന്റെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമായി 1999 ഒക്ടോബർ 20 പുറത്തിറങ്ങിയ വൺ പീസ് എന്ന കടൽ കൊള്ളക്കാരുടെ കഥ പറയുന്ന ഒരു അടിപൊളി അനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലാഫി എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ, അവൻ അറിയാതെയാണെങ്കിലും ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയാണ്. അതേ തുടർന്ന് അവന്റെ കൈയും കാലും എല്ലാം റബ്ബർ പോലെ നീളാൻ തുടങ്ങുകയാണ്. ഒരു സൂപ്പർ പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അവന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന അവന്റെ ഫ്രണ്ട്സ് ആയ കുറച്ച് പൈറേറ്റ്സും ഇവരെല്ലാം ചേർന്ന് ഒരു അൾട്ടിമേറ്റ് ട്രഷർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ ട്രഷറിന്റെ പേരാണ് വൺ പീസ്. ഈ അനിമയെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്ന ആനിമകളിൽ ഒന്നാണ് വൺ പീസ്. അതുമാത്രമല്ല 1000ന്റെ മുകളിൽ എപ്പിസോഡുള്ള ഈ അനിമെ ഇപ്പോഴും ഓരോരോ എപ്പിസോഡ് വെച്ച് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വൺ പീസ് ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിടിക്കുക. എന്നാ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ വൺ പീസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കടലാണ്. കടലില് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ദ്വീപുകളുണ്ട്. അപ്പോ മറ്റുള്ള ദ്വീപുകളിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ എന്തായാലും ഒരു കപ്പൽ വേണ്ടി വരും. ഇവിടെ മൊത്തം കുറെ കപ്പലുകളുണ്ട്. കപ്പൽ മാത്രം ഉള്ളത് കൊണ്ട് അവിടെ മൊത്തം പൈററ്റ്സ് ആണ്. പിന്നെ വൺ പീസ് വേൾഡിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പീസ് വേൾഡില് ഗ്രാൻഡ് ലൈൻ, റെഡ് ലൈൻ എന്ന് പറഞ്ഞ രണ്ട് സംഭവമുണ്ട്. അതായത് ഭൂമധ്യരേഖ. ഈ ഗ്രാൻഡ് ലൈനാണ് ഭൂമധ്യരേഖ. ഈ ഗ്രാൻഡ് ലൈനിനോട് ചേർന്ന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാം ബെൽറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ കപ്പൽ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും പുറത്തു വരാൻ കഴിയില്ല. കാരണം അവിടെ കാറ്റില്ലാത്തത് കൊണ്ട് വെള്ളത്തിന് നീരൊഴുക്കുണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ചെന്നുപെടുന്ന കപ്പല് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. പിന്നെ ഈ റെഡ് ലൈൻ എന്താന്ന് വെച്ചാൽ അതൊരു വലിയ മതിലാണ്. അതിന്റെ മുകളിൽ ആർക്കും കയറാൻ കഴിയില്ല. നമ്മുടെ ഈ ഭൂമിയിൽ ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന പോലെ വൺ പീസ് വേൾഡിലും 4 ഓഷ്യൻസ് ഉണ്ട്. അതിനെ നോർത്ത് ബ്ലൂ, ഈസ്റ്റ് ബ്ലൂ, സൗത്ത് ബ്ലൂ, വെസ്റ്റ് ബ്ലൂ എന്നിങ്ങനെ പറയും. 4 കൂടാതെ 5ാമതൊരു ഓഷ്യനും കൂടിയുണ്ട്. അതിന്റെ പേരാണ് ഓൾ ബ്ലൂ. പക്ഷേ അത് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ വൺ പീസ് വേൾഡിന് മൊത്തം പൈററ്റ്സ് ആയതുകൊണ്ട് അവരെ പിടിക്കാനായിട്ട് മറൈൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് വൺ പീസ് വേൾഡ്. പിന്നെ വൺ പീസിന്റെ സ്റ്റോറി വളരെ സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ആക്കാത്തതിന്റെ കാരണം 1000ന്റെ മുകളിൽ എപ്പിസോഡ് ഉണ്ട്. അത് ഇന്നോ നാളെയോ തുടങ്ങിയാൽ നമുക്ക് വീഡിയോ ഒരിക്കലും ഇത്രയൊന്നും അങ്ങോട്ട് എത്താൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അത് വിചാരിച്ച് ക്വാളിറ്റിയിലൊന്നും ഒരു മാറ്റം ഞങ്ങൾ വരുത്തില്ല. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ഈസ്റ്റ് ബ്ലൂ സാഗയാണ് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ 6 ആർക്കുകളുണ്ട്. അതിലുള്ള ആദ്യത്തെ ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗോൾഡി റോജറിന്റെ വധശിക്ഷ കാണാൻ വന്ന ജനങ്ങളോട് ഗോൾഡി റോജർ പറയാണ്, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ഈ കടലിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതെടുക്കുന്നവനാവും അടുത്ത പൈററ്റ് കിങ്. ഇതെല്ലാം കേൾക്കുന്ന ആ ജനങ്ങൾ പിന്നെ ഗോൾഡി റോജറിന്റെ അൾട്ടിമേറ്റ് ട്രഷറായ വൺ പീസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സാധാരണയായ ഒരു പാസഞ്ചർ ഷിപ്പ് കാണിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ആ ഷിപ്പിലുണ്ടായിരുന്ന 2 പണിക്കാര് അവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് ഒഴുകി വന്ന ഒരു ബാരൽ കാണുകയാണ്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില് ആ ബാരലെടുത്ത് അവരുടെ കപ്പലിൽ കയറ്റുന്ന സമയം അവരുടെ ഷിപ്പ് ആക്രമിക്കാനായിട്ട് ഒരു പൈററ്റ്സിന്റെ ഷിപ്പ് വരികയാണ്. ആ പൈററ്റ്സിന്റെ പേരാണ് ആൽവിഡ പൈററ്റ്സ്. അവർ ആ പാസഞ്ചർ ഷിപ്പിന് നേരെ ഫയർ ചെയ്യാണ്. അപ്പൊ പേടിച്ചു പോയ ആ പണിക്കാര് അവർക്ക് കിട്ടിയ ബാരലൊക്കെ നിലത്തിട്ട് ഓടുകയാണ്. ഇവരെ ആക്രമിക്കാൻ വരുന്ന ഈ കപ്പലിന്റെ ക്യാപ്റ്റനാണ് ഒരു തടിച്ച ഈ ലേഡി. ഇവരുടെ പേരാണ് ആൽവിഡ. അങ്ങനെ ഈ പൈററ്റ്സ് ആ പാസഞ്ചർ ഷിപ്പിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ സ്വർണവും കാര്യങ്ങളൊക്കെ അവരെടുക്കുകയാണ്. ആൽവിഡ പൈററ്റ്സിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു പയ്യനാണ് കോബി. അവനും ഈ പൈററ്റ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. കോബി പണിക്കാരുടെ കയ്യിൽ നിന്നും ചാടിപ്പോയ ആ ബാരൽ കണ്ടുപിടിക്കുകയാണ്. കോബി അതെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൽവിഡ ഷിപ്പിലുണ്ടായിരുന്ന ഒരു 3 പൈററ്റ്സ് അങ്ങോട്ട് വരികയാണ്. ഒരു ചെറിയ പയ്യനായതുകൊണ്ട് ആ പൈററ്റ്സിനൊന്നും അവനെ തീരെ വിലയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവനെ മാറ്റിയിട്ട് അതിലൊരുത്തൻ ആ ബാരൽ തുറക്കാൻ അങ്ങനെ ചെല്ലുകയാണ്. ബാരലിന്റെ അടുത്ത് എത്താനാവുന്ന സമയം ബാരലും പൊളിക്കാൻ വന്ന ആ പൈററ്റിന്റെ മുഖത്തിനും കുത്തിയിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറായ ലോഫി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പൈററ്റിനെ തല്ലിയത് കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ആ 2 പൈററ്റ്സ് അവരുടെ കത്തിയെടുത്ത് ലോഫിക്ക് നേരെ വരികയാണ്. അവരെ തല്ലുന്നത് പോരായിട്ട് ലോഫി അവരുടെ വാളടിച്ച് പൊട്ടിക്കുകയാണ്. നല്ല അടി കിട്ടിയതുകൊണ്ട് പൈററ്റ്സ് ലൂഫിയോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ പേര്? എന്റെ പേര് മങ്കി ഡി ലോഫി. അത് കേട്ടതും ആ പൈററ്റ്സ് അവിടെ നിലത്ത് വീണെടുക്കുന്ന പൈററ്റിനെ കൊണ്ട് എടുത്ത് ഓടുകയാണ്. ലൂഫിന്റെ പേര് കേട്ടതുകൊണ്ടല്ല അവർ ഓടുന്നത്, പകരം അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി കൊണ്ടാണ്. ലൂഫിക്ക് വിശപ്പ് താങ്ങാത്തതുകൊണ്ട് അവൻ അടുത്തുള്ള റൂമിലേക്ക് പോവാണ്. അവന്റെ കൂടെ കോബിയും ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ആപ്പിൾസ് മൊത്തം ലൂഫി എടുത്ത് തിന്നുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഇത് ഏതാണ് കപ്പൽ? അപ്പൊ കോബി പറയാ, ഒരു നോർമൽ പാസഞ്ചർ കപ്പലാണ്, പക്ഷെ പൈററ്റ്സ് ഇതിന്റെ മുകളിൽ കടന്ന് തല്ലുണ്ടാക്കുകയാണ്. അപ്പൊ കോബി ലൂഫിയോട് ചോദിക്കുകയാണ്, നീ എന്താ ബാരലിൽ ചെയ്തേ? അപ്പൊ ലൂഫി പറയാണ്, എന്റെ കപ്പല് വേർപൂളിൽ നശിച്ചു പോയപ്പോ ഞാൻ ആ ബാരലിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇവിടെ
എത്തിയത്. അപ്പൊ ലോഫി കോബിയോട് ചോദിക്കാണ്, നീ ഒരു പൈററ്റാണോ? അപ്പൊ കോബി പറയാണ്, അല്ല ഞാൻ പൈററ്റൊന്നുമല്ല, ഞാൻ വിശന്നപ്പോ മീൻ പിടിക്കാൻ ചെന്നപ്പോ ഈ പൈററ്റ്സിനെ അവരെ കൂടെ ചേർത്തതാണ്. പക്ഷേ എനിക്ക് മറൈൻ നേവിയിൽ ചേരാനാണ് ആഗ്രഹം. അവിടെ സീൻ കട്ടാക്കി ആൽവിയെ കാണിക്കുമ്പോ അവര് മോഷ്ടിച്ച സംഭവങ്ങൾ മൊത്തം അവരുടെ കപ്പലിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പാസഞ്ചർ കപ്പലിലുണ്ടായിരുന്ന ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പെണ്ണ് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു പൈററ്റിന്റെ രൂപത്തില് ആൽവിയയുടെ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇപ്പൊ നോക്കുമ്പോ ആൽവിയയുടെ കപ്പലിൽ നിന്ന് മൊത്തം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലൂഫിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ആ പൈററ്റ്സ് വന്നിട്ട് ആൽവിയുടെ പറയാണ്, ഒരു നരുന്ത് ചേർക്കാൻ ഞങ്ങളെ തല്ലി, ഒരു മോൺസ്റ്റർ ആണവൻ. അപ്പോ ആൽവിഡ അവരെ തട്ടി മാറ്റിയിട്ട് ലൂഫിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ലൂഫിയുടെ റൂം ചവിട്ടി പൊളിച്ച് ആൽവിഡ അങ്ങോട്ട് ചെല്ലുമ്പോ ലൂഫിയെ കണ്ടിട്ട് അവള് പറയാണ്, ഓ ഞാൻ കരുതി നീ സോറോയാണെന്ന്. അതിനുശേഷം ആൽവിഡ കോബിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ലൂഫി പറയാണ്, ഏതീ തടിച്ച പെണ്ണുമ്പിള്ള? സോറോ പറഞ്ഞത് കേട്ട പൈററ്റ്സ് മൊത്തം അവിടെ വാ പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോ ആൽവിഡയ്ക്കാണെങ്കിൽ പെരുവരിൽ നിന്ന് അങ്ങോട്ട് പെരുത്ത് കയറാണ്. ആൽവിഡ അവളുടെ കയ്യിലുള്ള ആ വലിയൊരു സംഭവം വെച്ചിട്ട് അവൻ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുകളിലേക്ക് ചാടിപ്പോയി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊത്തം പൈററ്റ്സിനെ അടിച്ചിട്ടാണ്. അവന്റെ പിന്നാലെ വന്ന പൈററ്റ്സിനെ മൊത്തം അവന്റെ റബ്ബർ പവർ ഉപയോഗിച്ച് അവനൊക്കെ തന്നെ അടിച്ച് നിലത്തേക്ക് ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ കോബി ചോദിക്കാണ്, നീ ആരടാ? ലൂഫി പറയാണ്, ഞാനൊരു റബ്ബർ മനുഷ്യനാണ്. അപ്പൊ ആൽവിഡ ലൂഫിയോട് ചോദിക്കാണ്, അപ്പൊ നീ ഡെവിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ടല്ലേ? അപ്പൊ ലൂഫി തിരിച്ചു പറയാണ്, ആ ഞാൻ തിന്നിട്ടുണ്ട്, ഒരു ഗം ഫ്രൂട്ടാണ് ഞാൻ തിന്നത്. അപ്പോ ആൽവിഡ പറയാണ്, ഡെവിൾ ഫ്രൂട്ട് ഇല്ലാന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അത് ശരിക്കും ഉണ്ട്. അപ്പോ ആൽവിഡ പറയാണ്, പക്ഷേ നീ ഒറ്റയ്ക്കാണ്. അപ്പൊ ലൂഫി, ഞാൻ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഞാൻ എന്റെ ഗ്യാങ്ങിന് ഉണ്ടാക്കും. അവന്റെ സംസാരമൊക്കെ കേൾക്കുന്ന കോബി ആൽവിയോട് എതിർത്ത് സംസാരിക്കുകയാണ്. അവളെ ചീത്ത പറയാ, പൊണ്ണത്തടിച്ച് നിന്നെ ഞാൻ വെറുതെ വിടൂലടി, ദിവസം നിന്നെ ഞാൻ അടിച്ച് മറൈൻ നേവിയിൽ ഞാൻ പോയി ജോയിൻ ചെയ്യും. അപ്പോ ആൽവിഡ കോബിയെ തല്ലാൻ വരുമ്പോ ലൂഫി അവന്റെ റബ്ബർ പവർ ഉപയോഗിച്ച് ആൽവിഡയുടെ വയറിനിട്ട് ഒറ്റ കുത്ത്. ആൽവിഡ ആ കപ്പലിൽ തന്നെ തെറിച്ചു പോവാണ്. അത് കണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന പൈററ്റ്സിനോട് ലൂഫി പറയാണ്, എനിക്കും കോബിക്കും പോകാൻ വേണ്ടി ഒരു ബോട്ട് തയ്യാറാക്ക്. അതേസമയം അവരേക്ക് മറൈൻ നേവി വരികയാണ്. അത് കണ്ട ലൂഫി അവന്റെ ബോട്ടിലേക്ക് എടുത്തു ചാടും. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആൽവിഡയുടെ കപ്പൽ മൊത്തം അടിച്ചു മാറ്റിയ പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന ലൂഫി കോബിയോട് പറയാണ്, ഞാൻ ഒരു ഗ്യാങ്ങിന് ഉണ്ടാക്കും, അതിൽ സോറോയും ഉണ്ടായിരിക്കും. വേണ്ട, അവനൊന്നും ചേർക്കണ്ട, അവൻ വലിയ ഡീമനെ പോലെയുള്ള ഒരാളാണ്. അത് കഴിഞ്ഞ് ലൂഫി കോബിയോട് പറയാണ്, സോറോ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ബൗണ്ടി ഹണ്ടർ എന്ന് പറഞ്ഞാൽ പൈററ്റ്സിനെ ജീവനോടെയോ അതോ കൊന്നിട്ടോ നേവിക്ക് കൊടുക്കുന്ന ആളെയാണ് ബൗണ്ടി ഹണ്ടർ എന്ന് പറയുക. അപ്പോ സോറോ അതുപോലുള്ള ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ലൂഫി കോബിയോട് പറയാണ്, ഈസ്റ്റ് ബ്ലൂവിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൗണ്ടി ഹണ്ടർ ആണ് സോറോ. അപ്പൊ കോബി പറയാണ്, സോറോ ഇപ്പോ നേവിക്കാരുടെ ജയിലിലാണ് ഉള്ളത്. അപ്പോ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലൂഫി ഷെൽടൗൺ എന്ന് പറയുന്ന മറൈൻ ബേസ് ഉള്ള ഐലൻഡിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോ സോറോയെ കണ്ടുപിടിക്കാൻ പോകുന്ന ലൂഫിയോട് കോബി പറയാണ്, ലൂഫി ഇത് വേണോ? നമുക്ക് അവനെ തന്നെ കൂടെ ചേർക്കണോ? അവനൊരു പ്രിസണറാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവിടെയുള്ള ആൾക്കാരോട് ലൂഫി സോറോയെ പറ്റി ചോദിക്കുന്നു. അത് കേട്ടപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ പേടിച്ചു പോവാണ്. അപ്പൊ കോബി ലൂഫിയോട് പറയാണ്, നീ ഇങ്ങനെ സോറോയുടെ പേര് ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ലേ, എനിക്ക് ഈ നേവി ബേസിലെ ക്യാപ്റ്റൻ മോർഗനെ അറിയാമെന്ന് പറയുമ്പോ അവിടെ കൂടുന്ന ആൾക്കാർ അത് കേട്ടിട്ട് പിന്നെയും പേടിക്കുകയാണ്. അങ്ങനെ മറൈൻ ബേസിന്റെ അടുത്തെത്തി ലൂഫിയും കോബിയും സോറോയെ കാണുന്നു. ഒരു മരത്തിൽ കെട്ടിയിട്ട് അടി കിട്ടിയ അവശനായ നിലയിലാണ് സോറോ കിടക്കുന്നത്. അപ്പോ പെട്ടെന്ന് സോറോ അവരോട് പറയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്? ഇങ്ങനെ നോക്കി നിന്നാ ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ കൊല്ലും, വേഗം ഓടിപ്പോയിക്കോ. അപ്പൊ ലൂഫി കോബിയോട് പറയാണ്, നമുക്ക് അവന്റെ കയർ അഴിച്ചുവിട്ടാലോ? അതിന് ദേഷ്യം വന്ന് കോബി പറയാണ്, അവൻ അഴിച്ചുവിട്ടാ അവൻ നിന്നെ കൊല്ലോടാ. അങ്ങനെ ലൂഫിയെ ചീത്താറിനോട് നിൽക്കുന്ന നേരത്ത് അവിടേക്ക് ഒരു പെണ്ണ് ഒരു കോണി വെച്ച് അതിന്റെ മുകളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അവള് സോറോന്റെ അടുത്ത് ചെന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന റൈസ് ബോൾ കൊടുക്കുകയാണ്. നീ എന്തിനത് എനിക്ക് കൊണ്ടുവന്ന് തന്നെ? എനിക്കിതൊന്നും വേണ്ട, ഇവിടെ നിൽക്കണ്ട, വേഗം പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അപ്പൊ കുട്ടി പറയാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുന്ന കഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പെട്ടെന്ന് അങ്ങോട്ട് നേവിക്കാർ വരികയാണ്. അവരുടെ കൂടെ ക്യാപ്റ്റൻ മാർഗന്റെ മോനുണ്ടായിരുന്നു. അവൻ വന്നിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന റൈസ് ബോൾ നിലത്തിട്ട് ചവിട്ടി അരക്കുകയാണ്. ആ കുട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ മോർഗന്റെ മകൻ പറയാണ്, ഈ പെൺകുട്ടി ഇവിടുന്ന് ആരെങ്കിലും എടുത്ത് കളയെ. അപ്പൊ പേടിച്ച് നിൽക്കുന്ന ആ കുട്ടിയെ എടുത്തിട്ട് എറിയാണ്. പക്ഷെ ആ കുട്ടിയെ ലൂഫി രക്ഷിക്കുന്നു. അപ്പോ സോറോ മോർഗന്റെ മകനോട് പറയാണ്, ഇനി ആകെ 10 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ മോർഗന്റെ മകൻ 10 ദിവസം കൂടി നീ ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ശേഷം അവര് പോയി കഴിയുമ്പോൾ ലൂഫി സോറോന്റെ അടുത്ത് വന്നിട്ട്, നീ വളരെ സ്ട്രോങ് ആയ ആളാണെന്ന് കേട്ടു, നിനക്ക് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. 3 ദിവസം ഫുഡില്ലാതെ നീ നിന്നാല് ഇതുമ്മ കിടന്ന് നീ ചാവും. ഇപ്പൊ സോറോ അവനോട് പറയാണ്, ഞാൻ എത്ര വീക്കാണെന്ന് നീ വിചാരിച്ചോ? ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് നിനക്ക് കാട്ടിത്തരാം. എന്നിട്ട് ലൂഫിയോട് നിലത്ത് കിടക്കുന്ന ആ ഭക്ഷണം എടുത്ത് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ലൂഫി അത് എടുത്ത് കൊടുക്കുമ്പോൾ സോറോ അത് തിന്നാണ്. എന്നിട്ട് ലൂഫിയോട് എടുത്തു തന്നതിന് നന്ദി എന്ന് പറയുന്നു. ശേഷം ലൂഫി ആ പെൺകുട്ടിയോട് പോയിട്ട് സോറോ അത് കഴിച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷപ്പെടുകയാണ്. എന്നിട്ട് അവള് പറയാണ്, സോറോ അതിനുള്ളിൽ കിടക്കാൻ കാരണം ഞങ്ങളാണ്. ക്യാപ്റ്റന്റെ മോൻ ഒരു ദിവസം അവന്റെ നായയും കൂട്ടി എന്റെ ഹോട്ടലിലേക്ക് വന്നു. ഞാൻ അതിനെ എന്റെ വടി കൊണ്ട് അടിച്ചോടിക്കാൻ നോക്കി. അപ്പോ ക്യാപ്റ്റന്റെ മോൻ ആ പട്ടിയോട് എന്നെ കടിക്കാൻ പറയുമ്പോ ആ പട്ടി എന്നെ കടിക്കാൻ വരുന്നു. അതേസമയം സോറോ ആ പട്ടിയെ അടിച്ചിടുമ്പോ, ഈ സോറോ അല്ലേ നീ എങ്ങനെ നേവി ബേസിൽ വന്നത്? നീ ഒരു പൈററ്റ് ഹണ്ടർ അല്ലേ?
അപ്പൊ സോറോ ക്യാപ്റ്റന്റെ മോനെ വരെ അടിക്കുന്നു. ക്യാപ്റ്റന്റെ മോന്റെ നേരെ സോറോ കത്തി വെക്കുമ്പോ ക്യാപ്റ്റന്റെ മോൻ പറയാണ്, നീ എന്നെ ഇവിടുന്ന് അടിച്ചിട്ട് പോയാ എന്റെ അച്ഛൻ വന്നിട്ട് ഈ കുടുംബത്തിനെ കൊല്ലും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ 1 മാസം നീ ചെയ്യുകയാണെങ്കിൽ ഈ കുടുംബത്തിന് നിന്നെ ഞാൻ വെറുതെ വിടാം. അത് സമ്മതിക്കുന്ന സോറോ അങ്ങനെയാണ് നേവി ബേസിൽ 1 മാസം പ്രിസൺ ആയിട്ട് കിടന്നത്. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റന്റെ മോൻ ആ പെൺകുട്ടിയുടെ ഹോട്ടലിൽ കയറിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. അവിടെ നമ്മൾ ആദ്യം കണ്ട ആ പൈററ്റ് ഗേൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റന്റെ മോൻ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ ദേഷ്യം വരുന്ന ലൂഫി അവനെ ഓടിച്ചെന്നൊരു ഒറ്റയടി അടിച്ചതിന് ശേഷം പറയാണ്, ഞാനും സോറോയും ഫ്രണ്ട്സ് ആണ്, അവനെയും ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻ മോർഗൻ നേവി ബേസിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് അയാളുടെ മോൻ വന്നിട്ട് അച്ഛാ എന്നെ ഒരാൾ തല്ലി എന്ന് പറയാണ്. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് സോറോയാണ്. സോറോ സ്വപ്നത്തില് അവൻ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയായിട്ട് സോർട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തോൽക്കുന്നതും പിന്നെ അവള് പറയാണ്, സോറോ നീ ഭയങ്കര വീക്കാണ്. പിന്നെ അവൻ മനസ്സിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് ചെയ്ത പ്രോമിസ് ഇങ്ങനെ ആവരുത്. അപ്പൊ സോറോ നോക്കുമ്പോ അവന്റെ മുന്നിൽ ലൂഫി വന്ന് നിൽക്കുന്നു. അവൻ സോറോയോട് പറയാണ്, നീ എന്റെ ക്രൂവിൽ ചേരണം ഒരു പൈററ്റ് ആയിട്ട്. അപ്പൊ സോറോ പറയാണ്, പറ്റില്ല, വീട്ടുകാരുടെ കണ്ണിൽ ഞാൻ ഒരു ദുഷ്ടനായിരിക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. ലൂഫി പറയാണ്, നിന്നെ ഞാൻ എന്റെ ക്രൂവിൽ ചേർത്ത് കഴിഞ്ഞു, ഞാൻ നിനക്ക് വാള് കൊണ്ടുവന്ന് തന്നാൽ എന്റെ ക്രൂവിൽ ചേർന്ന് കഴിഞ്ഞു എന്നാണ് അർത്ഥം. എന്നിട്ട് സോറോയെ മറിച്ചൊന്നും പറയാൻ സമ്മതിക്കാതെ ലൂഫി സോറോയുടെ വാളെടുക്കാൻ പോകുന്നു. സോറോയുടെ മുന്നിലൂടെ ലൂഫി ഗമ്മ് വിട്ടു പോകുമ്പോ സോറോ അന്തം വിട്ട് നിൽക്കുകയാണ്. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ക്യാപ്റ്റൻ മോർഗനെയാണ്. അവൻ സ്വന്തം ശില്പം ബാഹുബലിയിലെ പോലെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അവന്റെ മകൻ വന്നിട്ട്, എന്നെ അടിച്ചവരെന്താ നിങ്ങൾ അടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ മോർഗൻ അവനിട്ടൊന്ന് കൊടുത്തിട്ട്, കാരണം നീ ഒരു വേസ്റ്റ് ആണ്, നീ എന്ത് ചെയ്താലും എനിക്കെന്താ, നീ ഒരാണല്ലേ, നിനക്കും ചെയ്തൂടെ. അപ്പൊ ക്യാപ്റ്റൻ മോർഗന്റെ മകൻ പറയാണ്, അതൊരു കുട്ടിയാണ്, കുട്ടിയായിരുന്നാലും ഞാൻ ഈ നേവി ബേസിന്റെ ക്യാപ്റ്റനാണ്, അതുകൊണ്ട് എനിക്കതൊന്നും പറ്റില്ല, നീ വേണമെങ്കിൽ അവനെ പോയി കൊല്ലണം. അതേസമയം ലൂഫി സോറോയുടെ വാള് തേടി പോകുന്ന സമയത്ത് നേവി ബേസിന്റെ മുകളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. അതെന്താന്ന് നോക്കാൻ വേണ്ടി അവന്റെ കൈ നീട്ടി നേവി ബേസിന്റെ മുകളിലേക്ക് പറന്നു പോകുമ്പോൾ ആ ശില്പത്തിൽ തട്ടി അത് നിലത്തേക്ക് വീണ് ഉടഞ്ഞു പോവാണ്. ശേഷം ലൂഫി ആ ക്യാപ്റ്റന്റെ മകനെ എടുത്ത് പോവാണ്. അപ്പോൾ അവിടെ ആ പൈററ്റ് ഗേൾ ഉണ്ടായിരുന്നു. പക്ഷെ ലൂഫി ആരെയും നോക്കാതെ അവനെ എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവനോട് ചോദിക്കുകയാണ്, സോറോയുടെ വാള് നീ എവിടെ വെച്ചത്? അതെന്റെ റൂമിലാണുള്ളത്. അവിടെ സിംഗട്ടേക്ക് പിന്നെ കോബിയാണ് കാണിക്കുന്നത്. അവൻ സോറോയെ അഴിച്ചുവിടാൻ നോക്കുമ്പോൾ സോറോ പറയാണ്, എന്നെ അഴിച്ചുവിടണ്ട, ക്യാപ്റ്റൻ നിന്നെ വന്ന് കൊല്ലും. അത് കേട്ട കോബി അവനോട് പറയാണ്, നിന്നോട് അവർ നുണ പറഞ്ഞതാണ്, നിന്നെ നാളെ കൊല്ലാൻ പോവാണ് അവര്. ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ പാകത്തിനുള്ള ഒരാള് ലൂഫിയാണ്, പിന്നെ അവനെ രക്ഷിക്കാൻ പാകത്തിനുള്ള ആള് നീയാണ്. അതേസമയം അവിടെ ക്യാപ്റ്റൻ വന്നിട്ട് അവരുടെ നേരെ തോക്ക് കൊണ്ടി നിൽക്കുമ്പോൾ ലൂഫിയെ കാണിക്കുമ്പോൾ അവൻ സോറോയുടെ വാള് കൺഫ്യൂഷനോട് നോക്കി നിൽക്കുകയാണ്. കാരണം എല്ലാവർക്കും സാധാരണയായിട്ട് 2 വാളുണ്ടാവുക, പക്ഷേ സോറോയ്ക്ക് അത് 3 താഴത്തേക്ക് നോക്കുന്ന ലൂഫി മോർഗൻ സോറോയെയും കോബിയെയും കൊല്ലാൻ നിൽക്കുന്നത് കാണുന്നു. ശേഷം ലൂഫി അവന്റെ കൈ ജനലിൽ പിടിച്ച് വലിച്ചുവിട്ട് അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം മോർഗൻ അവരുടെ നേരെ ഫയർ ചെയ്യുമ്പോൾ അതിനു മുന്നിലായിട്ട് ലൂഫി വന്ന് നിൽക്കുന്നു. അപ്പോ ആ ബുള്ളറ്റ് മുഴുവൻ ലൂഫിയുടെ മേത്ത് തട്ടിയിട്ട് തിരിച്ച് മോർഗന്റെ നേരെ തന്നെ റിട്ടേൺ പോവാണ്. അത് കാണുന്ന എല്ലാവരും അന്തം വിട്ട് നിൽക്കാണ്. അപ്പൊ സോറോ ലൂഫിയോട് ചോദിക്കാണ്, ആരാടാ നീ? അപ്പോ ലൂഫി പറയാണ്, ഞാനാണ് മങ്കി ഡി ലൂഫി, കിങ് ഓഫ് ദ പൈററ്റ്സ്. അപ്പൊ സോറോ ലൂഫിയോട് ചോദിക്കാണ്, കിങ് ഓഫ് ദ പൈററ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയോ? അപ്പൊ ലൂഫി പറയാണ്, കിങ് ഓഫ് ദ പൈററ്റ് എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ദ പൈററ്റ് തന്നെ. അപ്പൊ കോബി സോറോയോട് പറയാണ്, അവൻ 1 പീസ് തേടി പോവാണ്. ശേഷം ലൂഫി സോറോയുടെ 3 വാളെടുത്തിട്ട് ഇതിലേത് നിന്റെ വാളെന്ന് ചോദിക്കുന്നു. അപ്പൊ സോറോ പറയാണ്, ഈ 3 വാളും എന്റെ തന്നെയാണ്. വാള് സോറോയ്ക്ക് കൊടുത്തതിന്റെ സന്തോഷത്തില് ലൂഫി പറയാണ്, ഇനി മുതൽ നീ എന്റെ ടീമാണ്. സോറോ പറയുന്ന ഒന്നും ലൂഫി കേൾക്കുന്നില്ല. അവസാനം സോറോ പറയാണ്, നീ എന്റെ കയറൊന്ന് അഴിച്ചു വിടുവോ? അപ്പൊ മോർഗനും എല്ലാവരോടും പറയാണ്, അവൻ ഡെവിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്. ഡെവിൾ ഫ്രൂട്ട് തിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോരോ വ്യത്യസ്ത പവറുകളായിരിക്കും. ഡെവിൾ ഫ്രൂട്ട് തിന്നുന്ന എല്ലാവരും 1 പീസ് തേടി പോകും. ശേഷം മോർഗൻ പറയാണ്, സ്ട്രോ ഹെഡ് ഇട്ടവനാണ് ഡെവിൾ ഫ്രൂട്ട് തിന്നവൻ, അവനെയാണ് പിടിക്കേണ്ടതെന്ന് പറയുന്നു. ശേഷം വാള് കിട്ടുന്ന സോറോ അവർക്ക് നേരെ വന്ന മോർഗന്റെ ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിട്ട് അനങ്ങിയ കൊന്നുകളയും പന്നിയാളെ എന്ന് പറയാണ്. സോറോ ലൂഫിയോട് ഒന്നുകൂടി പറയുന്നുണ്ട്, ഞാൻ നിന്റെ പൈററ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, നിനക്ക് ഞാൻ സത്യം ചെയ്യുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സോർട്സ്മാൻ ആവണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പൊ ലൂഫി പറയാ, അതിനെന്താ, സ്ക്വാഡില് ലേറ്റസ്റ്റ് സോഡ്മാൻ ഉണ്ടാവുന്നത് എനിക്കും നല്ലൊരു കാര്യമാണ്. എന്നിട്ട് ലൂഫി അവന്റെ ഗം പവർ ഉപയോഗിച്ച് അവിടെയുള്ള ആൾക്കാരെ മൊത്തം അടിച്ചു വീഴ്ത്തുകയാണ്. സോറോ, എന്താടാ നീ ചെയ്തേ? അതൊന്നുമില്ല, അത് ഞാൻ ഗം ഫ്രൂട്ട് നിന്നതിന്റെ പവറാണ്. അവരെല്ലാം അടിച്ചതിന് ശേഷം ലൂഫി മോർഗനെ പോയി അടിക്കുന്നു. അവർക്കിടയിൽ വലിയ ഫൈറ്റാണ് നടക്കുന്നത്. അവസാനം ലൂഫി മോർഗനെ നിലത്തിട്ട് നല്ല രീതിക്ക് കുത്തുന്നുണ്ട്. അത് കണ്ട് മോർഗന്റെ മകൻ കോബിയുടെ തലയിൽ തോക്ക് വെക്കുന്നു. നീ എന്റെ അച്ഛനെ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അപ്പൊ ലൂഫി ചിരിച്ചുകൊണ്ട് അവന് നേരെ വരുമ്പോ ലൂഫിയുടെ പുറകില് മോർഗൻ എണീറ്റ് നിൽക്കുന്നു. പെട്ടെന്ന് അവൻ അവന്റെ മകനെ തന്നെ അടിക്കുന്നു. നോക്കുമ്പോ സോറോ മോർഗന്റെ പുറത്ത് നല്ല രീതിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ എഫക്റ്റിലാണ് മോർഗൻ നിലത്തേക്ക് വീണത്. അപ്പോ മോർഗൻ ചെരിഞ്ഞു വീണതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മോർഗന്റെ ആൾക്കാരെല്ലാം ചിരിച്ച് ആർത്തുല്ലസിക്കുകയാണ്. അവിടെ സീൻ കട്ടിക്ക് പിന്നെ കാണിക്കുന്നത് പൈററ്റ് ഗേളിനെയാണ്. അവൾ മോർഗന്റെ വീട്ടിൽ നിന്ന് എന്തോ തിരയുന്നുണ്ട്. അവസാനം അവൾക്കൊരു മാപ്പ് കിട്ടുന്നു. അതെന്താന്ന് വെച്ചാൽ 1 പീസ് ട്രഷറിന്റെ മാപ്പായിരുന്നു.
പക്ഷേ അവളത് തുറന്നു നോക്കുമ്പോൾ അതിൽ ക്യാപ്റ്റൻ ബഗ്ഗി സിംബൽ മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല. എന്നെ കാണിക്കുന്നത് ആ ചെറിയ പെൺകുട്ടിയുടെ ഹോട്ടലിൽ നിന്ന് സോറോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ്. ശേഷം സോറോ ലൂഫിയോട് ചോദിക്കുന്നു, ആ ആയിക്കോട്ടെ, നമ്മുടെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാന്ന് ചോദിക്കുന്നു. അപ്പോ ലൂഫി പറയുന്നു, ഞാനും നീയും, വേറെ ആരാ? ആ എന്നാ അതൊക്കെ പോട്ടെ, പിന്നെ നമ്മുടെ കപ്പലേതാ? അപ്പൊ ലൂഫി ആ ചെറിയൊരു കപ്പല് കാട്ടി കൊടുക്കുന്നു. ഇരിക്കുന്നത് കപ്പലൊന്നുമല്ല, ഒരു ചെറിയൊരു ബോട്ട്. ഏത് നേരത്താണോ ഈ പൊട്ടനെ ഞാൻ ക്യാപ്റ്റൻ ആക്കിയതെന്ന് സോറോ തലയിൽ കൈവച്ച് പറയാണ്. അപ്പോ ആ പെൺകുട്ടി ലൂഫിയോട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ പോവാൻ തീരുമാനിച്ചേ? അപ്പൊ ലൂഫി പറയണേ, ഞാൻ ഗ്രാൻഡ് ലൈനിലേക്കാണ് പോകുന്നത്. അപ്പൊ കോബി അത്ഭുതത്തോടെ പറയാണ്, ഏയ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വഴിയാണ്. അപ്പൊ പെൺകുട്ടി ചോദിക്കുകയാണ്, ആ ഞാൻ ഗ്രാൻഡ് ലൈനിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താ സംഭവം? അപ്പോ അതിനെപ്പറ്റി കോബി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ഈ ലോകത്ത് 2 ഓഷ്യനാണുള്ളത്. ഈ രണ്ടിന്റെയും നടുവിലൂടെ ഒരു റെഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിന്റെ എല്ലാം മിഡിലുള്ള ഒരു ടൗണിന്റെ നടുവിലൂടെ പോകുന്ന ഒരു സംഭവമാണ് ഗ്രാൻഡ് ലൈൻ. അത് ഏകദേശം നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് സമമാണ്. അവിടെയാണ് ദ ഗോൾഡി റോജർ ഈ ലോകം മൊത്തം അന്വേഷിച്ച് നടക്കുന്ന വൺ പീസ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് എല്ലാ പൈററ്റ്സും അവിടെയാണ് കാണുക. അപ്പോ അതൊരു ബാറ്റിൽ ഫീൽഡാണ്. അതുകൊണ്ട് അവിടെ വിളിക്കുന്ന പേരാണ് പൈററ്റ് ഗ്രേവിയാർഡ്. ശേഷം കോബി അവരോട് പറയാണ്, പ്ലീസ് അങ്ങോട്ട് പോകരുത്, അവിടെ ഭയങ്കര ഡേഞ്ചറാണ്, നിങ്ങളാണ് എനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ട്സ്. അപ്പോ അവിടേക്ക് പെട്ടെന്ന് നേവി വന്നിട്ട്, നിങ്ങൾ ചെയ്തെന്ന എല്ലാത്തിനും നന്ദി, പക്ഷേ നിങ്ങൾ പൈററ്റ്സ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു ചാൻസും കൂടി തരാം, പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ. അപ്പൊ അവിടുത്തെ നാട്ടുകാര് നേവിക്കാരെ മൊത്തം ചീത്ത പറയുന്നുണ്ട്, കാരണം അവർക്ക് എത്രയോ സഹായമാണ് അവർ ചെയ്തു. ശേഷം ലൂഫി അവിടുന്ന് അവന്റെ സാധനങ്ങൾ എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ ആ ക്യാപ്റ്റൻ വന്ന് ചോദിക്കുകയാണ്, ഈ കോബി നിങ്ങളുടെ ആളാണോ? അപ്പൊ ലൂഫി അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവത്തില് അഭിനയിക്കുകയാണ്. കാരണം കോബി ലൂഫിയുടെ ആളാണെന്ന് അറിഞ്ഞാൽ അവരുടെ കൂടെ പോകേണ്ടി വരും. എന്നിട്ട് ലൂഫി അവനെ നല്ല രീതിക്ക് തല്ലുകയാണ്, അവര് തമ്മിൽ ശത്രുതയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നേവിക്കാരൻ പറയാണ്, ശരി ശരി, നീ അവനോട്ടിട്ട് നീ പോയിക്കോ. അങ്ങനെ ലൂഫി അവിടുന്ന് പോകുന്നു. കോബി നേവി ക്യാപ്റ്റനോട് പറയുന്നു, എന്നെ നിങ്ങളുടെ നേവിയിൽ ചേർക്കുമോ? അപ്പൊ നേവി ക്യാപ്റ്റൻ പറയാണ്, ആ ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ മരിച്ചു, നിന്നെ കൂടി ചേർക്കാം. അവിടെ സീൻ കട്ടാക്കി പിന്നെ കാണിക്കുന്നത് ലൂഫിയാണ്. ലൂഫിയും സോറോയും അവരുടെ ബോട്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ പൈററ്റ് ഗേളും മറ്റൊരു ബോട്ടിൽ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ലൂഫി ബോട്ട് എടുക്കുന്ന നേരത്ത് ബാക്കില് കോബിയും പിന്നെ ആ പെൺകുട്ടിയും അവളുടെ അമ്മയും വന്നിട്ട് ലൂഫിയെ യാത്ര അയക്കുന്ന സമയത്ത് നേവിക്കാരും അങ്ങോട്ട് വന്നിട്ട് അവരെ നോക്കിയിട്ട് സല്യൂട്ട് അടിക്കുന്നു. എന്നിട്ട് ലൂഫിയെ യാത്ര അയക്കുന്നു. സോറോന്റെ കൂടെ ബോട്ടിൽ പോകുന്ന സമയം ലൂഫി പറയാണ്, കിങ് ഓഫ് പൈററ്റ് ആവും. അപ്പൊ സോറോ ചോദിക്കാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ, അപ്പൊ നിനക്ക് എന്തോ കാരണം ഉണ്ടാവും. അപ്പൊ ലൂഫി പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ഒരാൾക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്റെ ഈ തൊപ്പിക്ക് മാത്രമേ ആ കഥ അറിയുള്ളൂ. അങ്ങനെ ആർത്ത് വിളിക്കുന്ന ലൂഫിയെ കാണിച്ചുകൊണ്ട് ഈ റൊമാൻസ് ഡൗൺ എന്ന് പറഞ്ഞ ആർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സോ വൺ പീസ് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അനിമോ എക്സ്പോഷറിന്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൺ പീസ് കാണണമെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാം ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് അനിമെ ഫാൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ അടുത്ത വൺ പീസിന്റെ ഓറഞ്ച് ടൗൺ ആർക്ക് എന്ന് പറയുന്ന എപ്പിസോഡുമായി വരുന്നതുവരെ അനിമെ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.